സൂപ്പിയിൽ ലുഡോ കളിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഒരു പക്ഷേ പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന പയ്യൻ പിറ്റേ ദിവസം വരുന്നത് ഫോർച്യൂണറിലോ ക്രെസ്റ്റയിലോ ആയിരിക്കും. എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ പയ്യൻ പറയും എനിക്ക് സൂപ്പി ലുഡോയിലൂടെ ലഭിച്ചതാണെന്ന്. കാരണം അത്രത്തോളം പെട്ടെന്ന് തന്നെ നമുക്ക് കോടീശ്വരനാവാൻ പറ്റുന്ന ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ സൂപ്പി ലുഡോ എന്ന രീതിയിലാണ് ഈ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്. ആ പരസ്യം ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആ പരസ്യത്തിൽ കണ്ട മുഖങ്ങൾ ഇവരൊക്കെയാണ്. ഒന്ന് നോക്കിയേ. അതായത് ഈ പയ്യൻ്റെ വീഡിയോസ് പലപ്പോഴും വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവനെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. യൂട്യൂബേഴ്സിനപ്പുറം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെയും തന്നെ ഇതുപോലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇവരുടെ വീഡിയോസൊക്കെ പതിവായി കാണുന്ന ആളുകളായത് കൊണ്ടായിരിക്കാം ഇവരുടെ പരസ്യം മാത്രം നമ്മുടെ ഫോണിലേക്ക് വരുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഇതുപോലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഇത് കളിക്കുകയും അതിലൂടെ കോടീശ്വരനാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇവന്മാരുടെ വീഡിയോ ഇതുപോലെ പെട്ടെന്ന് നമ്മുടെ റീൽസിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആ വീഡിയോസ് കാണുകയും ഇവന്മാരൊക്കെ വെറുതെ അല്ല കോടീശ്വരനായത്, ഇതുപോലുള്ള ഗെയിമൊക്കെ കളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് കാറും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പല യുവാക്കളും പല കൗമാരക്കാരും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതുപോലുള്ള ഗെയിം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും പിന്നീട് ഗെയിം കളിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് തുടങ്ങിയാൽ ആദ്യമൊക്കെ ഇവർക്ക് കയ്യിലേക്ക് പൈസ ഇട്ട് നൽകും. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ആപ്പുകൾ, അതായത് വെറും 1000 വെച്ച് കളി തുടങ്ങിയ ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് 20,000 30,000 കടന്നുകൂടും. കാരണം അത്രത്തോളം പൈസ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കമ്പനി ഇവർക്ക് നൽകുകയും ഇവരെ വിജയികളായി പ്രഖ്യാപിക്കുകയും ഇവർക്ക് ഉന്മേഷം നൽകുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ താൻ 1000 രൂപയുണ്ടായിരുന്ന തൻ്റെ കയ്യിൽ ഇന്ന് 20,000 രൂപയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഗെയിമും അതിലും അപ്പുറം തൻ്റെ കഴിവും മാത്രമാണെന്ന് വിശ്വസിക്കുന്ന മന്ദബുദ്ധികളായ ആളുകൾ വീണ്ടും വീണ്ടും ഇത് തന്നെ കളിക്കുകയും എനിക്ക് പെട്ടെന്ന് കോടീശ്വരനാവാം എന്ന ചിന്തയിൽ കാര്യങ്ങൾ പോവുകയും പിന്നീട് ഇത് തന്നെ കളിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ കളിച്ച് കളിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ നഷ്ടപ്പെടുകയും പിന്നീട് കൂടുതൽ മറ്റെവിടെ നിന്നെങ്കിലും പൈസ കണ്ടെത്തി ഇനി എന്തായാലും തിരിച്ച് കിട്ടും, ഇന്നലത്തെ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിലായിരിക്കാം കയ്യിൽ നിന്ന് പൈസ പോയത് എന്ന തോന്നലിലേക്ക് അവർ മാറുകയും പിന്നീട് വീണ്ടും ഗെയിം കളിക്കുകയും ചെയ്യും. ആ അടിസ്ഥാനത്തിൽ ഇടയിൽ വല്ലപ്പോഴും 20,000 30,000 ഇവരുടെ കയ്യിലേക്ക് വെച്ച് നൽകുകയും വീണ്ടും ഇവരുടെ കയ്യിൽ നിന്നും 50,000 60,000 തിരിച്ചെടുക്കുകയും ചെയ്യും ഈ ഗെയിം. പിന്നീട് ഇതൊരു അഡിക്റ്റായി മാറുകയും പലപ്പോഴും പലതരത്തിൽ ഭ്രാന്തമായി ചിന്തിക്കുകയും മോഷ്ടിച്ചോ കട്ടോ പിടിച്ചോ എന്ത് തന്നെ ആയാലും പൈസ ഉണ്ടാക്കണം, അതെടുത്ത് ഗെയിം കളിക്കണം, അതിലൂടെ എനിക്ക് പെട്ടെന്ന് കോടീശ്വരനാവണം എന്ന ചിന്തയിൽ വീണ്ടും പലയിടത്തു നിന്നും എടുത്ത പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഗെയിം പ്രൊമോട്ടർമാരെ കൊണ്ട് നമുക്കുണ്ടാവുന്ന വലിയ നഷ്ടം തീർച്ചയായിട്ടും അതിനൊക്കെ അടിസ്ഥാനമാവുന്ന രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ പരസ്യം ചെയ്യുന്നത്. ഇവരൊന്നും തന്നെ ഗെയിമിൻ്റെ അടിമകളോ ഇതുപോലുള്ള ഗെയിമുകൾ കളിക്കുന്ന ആളുകളോ അല്ല, മറിച്ച് ഇവരൊക്കെ തന്നെ പൈസയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി മാത്രം പരസ്യം ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. പക്ഷേ ഇവരൊക്കെ കളിക്കുന്നത് ഇതേ ഗെയിമാണ് എന്ന രീതിയിൽ നമ്മളും ഇതിലേക്ക് എടുത്തു ചാടുകയും നമ്മൾ മാത്രം പൊട്ടന്മാരായി പോവുകയും ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരസ്യങ്ങൾ കണ്ട് ഒരിക്കലും തന്നെ ആരും ഇതുപോലുള്ള ഗെയിമിലേക്ക് എടുത്തു ചാടുകയോ വീണ്ടും ഇതിലൂടെ കളിച്ച് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും അതൊന്നും തന്നെ ശരിയല്ല. ഞാൻ എങ്ങനെ കളിച്ചാലും എൻ്റെ കഴിവിലൂടെ മാത്രമാണ് ഈ പൈസ ലഭിക്കുന്നത്, എൻ്റെ കഴിവിലൂടെയാണ് ഞാൻ ഈ കോടികൾ സമ്പാദിക്കുന്നത്. ഒരുപക്ഷെ തീർച്ചയായിട്ടും എനിക്ക് കഴിവുള്ളിടത്തോളം കാലം ഏതൊരു ഗെയിമിനെയും പറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റും, അവരെയൊക്കെ തോൽപ്പിച്ച് കോടീശ്വരനാവാൻ എനിക്ക് പറ്റും എന്ന ആത്മവിശ്വാസത്തോടെ വീണ്ടും കളിക്കുന്ന നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ഇതുവരെ എത്ര പൈസ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി, എത്ര പൈസ ആ ഗെയിമിലൂടെ നിങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരാളുടെ കഴിവ് കൊണ്ടും ഇനി എത്ര തന്നെ കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും ഇതുപോലുള്ള ആപ്പുകൾ ഇതുപോലുള്ള ഗെയിമുകൾ കാരണം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ലാഭമുണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇത് വെറും ഇവരുടെ ഇഷ്ടത്തിന് മാത്രം നടക്കുന്ന ഒരു ആപ്പ് മാത്രമാണ്. അതിലൂടെ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ആപ്പും ഇതിൻ്റെ ഉടമകളും മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും വലിയൊരു സംഭവമുണ്ട്, റമ്മി സർക്കിൾ. തീർച്ചയായിട്ടും സിനിമാ നടന്മാർ നമ്മുടെ താടിക്കാരൻ ലാലൊക്കെ
അഭിനയിച്ച് ആളുകൾക്കിടയിൽ പ്രശസ്തമായ ഗെയിമുണ്ട്. ഒരുപക്ഷെ സൽമാൻ ഖാൻ, ഋത്തിക് റോഷൻ അടക്കമുള്ളവർ അഭിനയിച്ച അതിനെ പ്രൊമോട്ട് ചെയ്യുവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. റമ്മി സർക്കിളിലൂടെ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിൽ തന്നെ തെളിവുകളായി നിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതുപോലുള്ള ഗെയിമുകൾ ഇനി ആരൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഇഷ്ടമുള്ള ആളുകളാണ് പറയുന്നതെങ്കിൽ പോലും ഒരു കാരണവശാലും ആ ഗെയിം കളിക്കാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തും. ഇവന്മാരൊക്കെയും തന്നെ പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവന്മാരെ ഒരിക്കലും തന്നെ വിശ്വസിക്കരുത്. ഇങ്ങനെ ഗെയിം പ്രൊമോട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ചാനലുകൾ തന്നെ നിങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്കുള്ള വഴി.